എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഒരു കുറച്ച് കാലങ്ങളായി സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന മാർക്കറ്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത്. ഞാൻ ജോലിയുടെ സംബന്ധമായി പലരുമായിട്ട് സംസാരിക്കുമ്പം അവർ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ അല്ലെങ്കിൽ ജോലി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ സംസാരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പലർക്കും എന്താണെന്ന് അറിയില്ല. അവർ ഈ സ്റ്റോക്ക് മാർക്കറ്റിങ്ങും ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്കാംസ് ഒക്കെ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ. അതൊക്കെയാണെന്നുള്ള ചിന്തകളിലൊക്കെ പലരും അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ബിസിനസ് ചെയ്യുന്നവർക്ക് മിക്ക ആളുകൾക്കും എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ സാധാരണ ആളുകൾക്ക് പലർക്കും എന്താണ് ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, ഇതിൻ്റെ ജോലി സാധ്യത എന്താണ്, ഇതിൻ്റെ ബിസിനസ് സാധ്യത എന്താണെന്നതിനെക്കുറിച്ച് കൃത്യമായി ഐഡിയ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്സുകാർക്ക് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ എവിടെയെങ്കിലും ലൈഫിൽ ഒരു പോയിന്റിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഡെഫിനറ്റ്ലി. സോ ഈ വീഡിയോയിൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം വിത്ത് എക്സാമ്പിൾസ്. സോ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കും. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മുടെ കേരളത്തിൽ പോപ്പുലർ ആകാനൊരു റീസൺ എന്ന് പറഞ്ഞാൽ ആ കൊറോണ ടൈം പീരീഡ് ആയിരുന്നു. കൊറോണയ്ക്ക് മുന്നേ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സജീവമായിരുന്നു കേരളത്തിൽ. സജീവം മീൻസ് അത്രയ്ക്ക് അങ്ങ് പോപ്പുലർ അല്ലെങ്കിലും കേരളത്തിൽ അങ്ങുമായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിലും ഇത് വൈഡ്ലി സ്പ്രെഡ് ആയത്, ആളുകൾ കൂടുതൽ യൂസ് ആയി തുടങ്ങിയത് ഈ കൊറോണയുടെ ടൈമിലാണ്. അതിന് റീസൺ എന്ന് വെച്ചാൽ കൊറോണ ടൈമിൽ ആളുകൾ വാങ്ങാനും വിൽക്കാനും അന്വേഷിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഈവൻ നമ്മുടെ സ്കൂളിലെ ക്ലാസ്സുകൾ പോലും ഇതിലേക്കായി മാറി, ഓൺലൈനായി മാറി. സോ ആളുകളുടെ എല്ലാവരുടെയും കയ്യിൽ ഫോൺ വന്നു, ലാപ്ടോപ്സ് വന്നു, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വന്നു. ആളുകളെല്ലാം ഇൻട്രാക്ട് ചെയ്യുന്നത് ഡിജിറ്റലി ആണെന്നുള്ളത് ഒത്തിരി ഇമ്പ്രൂവായി. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, ഈവൻ എത്ര പ്രായമായ ആളാണെങ്കിലും ഇത്തിരി ചെറിയ കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ചെയ്യാനും അതിൻ്റെ യൂസേജൊക്കെ ആളുകൾ പഠിച്ചു കഴിഞ്ഞു. സോ അതോടുകൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ബൂമാകുന്നത് നമ്മുടെ ഇന്ത്യയിലും എസ്പെഷ്യലി കേരളത്തിലൊക്കെ. ഇന്ന് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് റവന്യൂ ജനറേറ്റ് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കേരളത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിൻ്റെ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ തന്നെയാണ്, ഒരു ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തിയിട്ടില്ല. ഗ്രോത്ത് സ്റ്റേജിൽ തന്നെയാണ്. ആളുകൾ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ, ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളൂ. സോ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ അത് ഏറ്റവും ബെറ്ററായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതിനെക്കുറിച്ച് ഞാൻ സിമ്പിളായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേഴ്സസ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പരമ്പരാഗതമായ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടീസുകൾ, പോസ്റ്ററുകൾ, വാൾ പോസ്റ്ററുകൾ, അങ്ങനെയുള്ളത്, അനൗൺസ്മെൻറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ചേർന്നതാണ് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത്, ഒരു നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, ഒരു പരസ്യം നമ്മളെ ഈ എസ്പെഷ്യലി ഈ KSEBയുടെ പോസ്റ്റേലൊക്കെ, കറണ്ട് പോസ്റ്റേലൊക്കെ ഒട്ടിച്ചേക്കുന്ന പണ്ട് കാലങ്ങളിൽ ഒട്ടിക്കുന്ന വാൾ പോസ്റ്റുകൾ, അങ്ങനെയുള്ള പരസ്യങ്ങൾ നമ്മൾ പല സ്ഥലത്തും, ബിൽ ബോർഡുകൾ, വലിയ ബോർഡുകൾ, ഹോർഡിങ്സ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഇതുപോലെ ആ മാർക്കറ്റിംഗ് നേരെ ഡയറക്റ്റ് ആളുകളുമായിട്ട് സംസാരിക്കുന്ന കുറേ രീതികളുണ്ട്, ട്രഡീഷണൽ മാർക്കറ്റിംഗിന് അണ്ടറിൽ പെടുന്നതാണ്. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ ഉള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ മാർക്കറ്റ് ചെയ്യുന്ന മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്സ് ആയിക്കോട്ടെ, ഡിജിറ്റൽ യൂസ് ചെയ്യുന്ന ഈവൻ സ്മാർട്ട് TV ആയിക്കോട്ടെ, ഇതിലൂടെയെല്ലാം നിങ്ങളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എൻഗേജ് ആകുമ്പം അതിലൂടെ വരുന്ന പരസ്യങ്ങളാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ നിങ്ങളൊരു പരസ്യം കൊടുക്കുക, ഒരു കാറിൻ്റെ പരസ്യം നിങ്ങൾ കൊടുക്കാമെന്നിരിക്കട്ടെ. അത് കൊടുക്കുന്ന സമയത്ത്
ഈ പരസ്യം പത്രം ചെല്ലുന്നിടത്ത് എല്ലാവരും ഫ്രണ്ട് പേജ് എടുത്ത് നോക്കും, ഡെഫിനറ്റ്ലി നോക്കും. ആളുകൾ ഫ്രണ്ട് പേജ് എടുത്ത് നോക്കുന്നു, ഒരു കാറിൻ്റെ പരസ്യം കാണുന്നു, അത് ഇഷ്ടപ്പെട്ട കുറേ പേര് അതിനെ വിളിച്ച് അന്വേഷിക്കുന്നു, കുറേ പേര് അത് മിക്ക ആളുകളും അത് നോക്കുന്നില്ല, അകത്തേക്ക് മറിച്ച് പോകുന്നു, ജസ്റ്റ് പോകുന്നു, കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ഇതിൽ എത്ര പേർക്ക് ഈ പരസ്യം ഇഷ്ടമായെന്നോ, എത്ര പേര് ഇത് വിളിക്കാൻ ട്രൈ ചെയ്തെന്നോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയെന്നോ, അല്ലെങ്കിൽ ഭാവിയിൽ ഇവർ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നോ എന്നൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാകില്ല. ഏകദേശം ഒരു നമ്പറിൽ ഇത്ര ആളുകളുടെ അടുത്തേക്ക് എത്തിക്കാണും. ഇവൻ എല്ലാവരും ഇത് കണ്ടെന്നോ ഇനി പറയാൻ പറ്റില്ല, അച്ചടിച്ച അത്രയും തന്നെ. എങ്കിൽ പോലും ഏകദേശം ഇത്ര ആളുകൾ ഇതിലേക്ക് പരസ്യം എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടുന്ന് ആരെങ്കിലുമൊക്കെ നമ്മളെ, അല്ലെങ്കിൽ ഈ കാറ് പരസ്യം കൊടുത്ത ആളുകളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേര് ഇൻട്രസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പം നിങ്ങളൊരു കാറിൻ്റെ പരസ്യം ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴി, മെറ്റ വഴിയോ, ഈവൻ യൂട്യൂബ് വഴിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കേസ് എത്ര പേര് ആ പരസ്യം കണ്ടു, എത്ര പേര് അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് കാണിച്ചു, എത്ര പേര് നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് തന്നെ ഇവൻ 1-2 ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അവർക്ക് വിളിച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും ഡീറ്റെയിൽസ് അറിയാനും ബാക്കി കാര്യങ്ങളിലേക്ക്, പ്രൊസീജിയറിലേക്ക് പോകാനും സാധിക്കും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. അപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ എത്ര പേര് കണ്ടു അല്ലെങ്കിൽ ഏകദേശം ഒരു ധാരണ ഉള്ളപ്പം ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എത്ര പേര് കണ്ടു, എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക്, മീൻസ് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ അനലിറ്റിക്സ് യൂസ് ചെയ്ത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട്, കൂടുതൽ എഫക്റ്റീവായിട്ട് നെക്സ്റ്റ് ക്യാമ്പയിനുകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഒരു ഫോൺ വാങ്ങണമെന്നിരിക്കട്ടെ, ഒരു 20,000 രൂപയുടെ അടുത്തുള്ള ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണം. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് സ്മാർട്ട് ഫോൺസ് അണ്ടർ 20K നിങ്ങൾ സെർച്ച് ചെയ്യുക. 20,000 രൂപയുടെ അണ്ടറിലുള്ള സ്മാർട്ട് ഫോണുകൾ നിങ്ങളത് ജസ്റ്റ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലേക്കോ ആമസോണിലേക്കോ മറ്റോ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. അവിടെയും പോയി സെർച്ച് ചെയ്തു, പ്രൈസൊക്കെ നോക്കി, കുറച്ച് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം നിങ്ങൾ ഇത് കളഞ്ഞു, സ്വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് നോക്കിയേക്കാന്ന് ഓർത്ത് ഫേസ്ബുക്കിലേക്ക് വരുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേനും നിങ്ങൾ ഫേസ്ബുക്കിൽ വരുമ്പോഴത്തേനും അപ്പോഴത്തേനും കാണുന്ന പരസ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഫോണുകളുടെ ആയിരിക്കും. പിന്നെ ഫോണുകളുടെ പരസ്യം ഇടയ്ക്കിടയ്ക്ക് വരുന്നു. യൂട്യൂബിൽ കയറുമ്പോൾ അവിടെ ഫോണിൻ്റെ പരസ്യം വരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ചെന്നാൽ അവിടെ പരസ്യം വരുന്നു. ഇങ്ങനെ പിന്നെ ഫോണുകളുടെ പരസ്യങ്ങളുടെ ഒരു ബാക്ക് ടു ബാക്ക് സംഭവമായിരിക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭാഗമായുള്ള റീടാർഗറ്റിംഗ് മാർക്കറ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സംഭവമാണിത്. സോ ഇതുപോലെ ആവശ്യക്കാരൻ, നിങ്ങളുടെ ആവശ്യം എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ റിക്വയർമെൻറ്റ്, അതനുസരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് പരസ്യങ്ങൾ എത്തിക്കും. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനമായ ഫീച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അനാവശ്യമായ പരസ്യങ്ങൾ മിക്കതും ഇടയ്ക്ക് വരുന്നുണ്ടാവും, റിലവൻ്റ് അല്ലാത്ത ചില പരസ്യങ്ങൾ മേ ബി വരും. ബട്ട് വരുന്ന പരസ്യങ്ങൾ മിക്കതും നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ റിലവൻ്റ് ആയിട്ടുള്ള പരസ്യങ്ങളായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട കേസ്, നിങ്ങൾ ഫോൺ യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നോ, ഇൻട്രസ്റ്റ് കാണിക്കുന്നോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിലൂടെ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങളൊരു കാറിൻ്റെ പരസ്യം കാണുമെന്നിരിക്കട്ടെ, കാറിൻ്റെ പരസ്യം കാണും, അല്ലെങ്കിൽ അത് കാണുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തു, 1-2 സെക്കൻഡ് നോക്കി, അപ്പോൾ തന്നെ അത് നോട്ട് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. ഇപ്പം അല്ലാതെ പോകുമ്പോഴത്തേനും ഇപ്പോൾ ഒരു ബൈക്കിൻ്റെ പരസ്യം കണ്ടു, നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്നോടെ നോക്കി, ഒരു 4-5 സെക്കൻഡ് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയെന്നിരിക്കട്ടെ, ഡിസ്ക്രിപ്ഷൻ നോക്കി, അപ്പം മറ്റേക്ക് മനസ്സിലാവും കാറിനേക്കാൾ കൂടുതൽ ആൾ ഇപ്പം ഇൻട്രസ്റ്റ് ആയിരിക്കുന്ന ബൈക്കിലാണെന്ന് മനസ്സിലാവും. ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ നമ്മളാണെങ്കിലും പരസ്യം ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റഡി അബ്രോഡ് ഒരു കാലത്ത് കേരളത്തിൽ ഇപ്പോഴും അത്ര റെലവൻ്റ് അല്ലെങ്കിലും ഒരു കാലത്ത് ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു സ്റ്റഡി അബ്രോഡ്. ഈ സ്റ്റഡി അബ്രോഡിൽ നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ, സ്റ്റഡി അബ്രോഡിൽ പഠിക്കാൻ വിദേശത്ത് പോകുന്ന ആളുകളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ഏജ് എന്ന് പറയുന്നത് നോർമലി ഒരു 20, അല്ലെങ്കിൽ ഈ ഡിഗ്രി കഴിഞ്ഞ പിള്ളേർ, അല്ലെങ്കിൽ +2 കഴിഞ്ഞത്. അപ്പോൾ ഈ 18എങ്കിലും കൂട്ടാൻ വേണമെങ്കിൽ ഒരു 18 മുതൽ 30 വയസ്സ് വരെയുള്ളവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ പരസ്യം ചെയ്യുമ്പം ഈ 18 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് 90% നമ്മളെ പരസ്യം ചെല്ലുന്നത് 90% ആളുകളും ഈ ഏജ് കാറ്റഗറിയിലുള്ള ആളായിരിക്കും. മാത്രമല്ല നമുക്ക് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ഫേസ്ബുക്കിൽ കയറുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണ്, എന്താണ്, എവിടെ പഠിച്ചു,
നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കില്ലേ. അതുപോലെ തന്നെ ഒരു കുട്ടി കോളേജ് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആകുമ്പോഴത്തേനും ജസ്റ്റ് ഗ്രാജുവേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ ഇടുമ്പോഴത്തേനും ഇതെല്ലാം മറ്റേ ഡാറ്റ ആയിട്ട് എടുത്തു വെക്കുന്നുണ്ട്. സോ ഈ കുട്ടി ഗ്രാജുവേറ്റ് ആയി എന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് മറ്റേ അതിൻ്റെ ഡാറ്റ എടുത്തു വെക്കും. സോ നമ്മൾ ഈ സ്റ്റഡി അബ്രോഡിൻ്റെ പരസ്യം ചെല്ലുമ്പോൾ തന്നെ ഈ വ്യക്തിക്കും കൂടെ ചെല്ലാൻ ഇൻട്രസ്റ്റ്. അപ്പോൾ സോ ഈ പരസ്യം കാണുമ്പോൾ അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്ന് മറ്റേക്ക് തോന്നിയാൽ മീൻസ് 1-2 സെക്കൻഡ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കണ്ടാൽ സോ ബാക്ക് ടു ബാക്ക് ഇതുപോലുള്ള വേറെ പല പരസ്യങ്ങളും കാണിക്കും. സോ ഇതാണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കസ്റ്റമർ ആരാണോ, അതിൻ്റെ യഥാർത്ഥമായി അത് ഉപയോഗിക്കേണ്ട ആരാണോ, ഉപഭോക്താവ് ആരാണോ, ആ വ്യക്തിയിലേക്ക് മാത്രം നിങ്ങൾക്ക് പരസ്യം എത്തിക്കാൻ പറ്റും. മറ്റേതിൽ എല്ലാവർക്കും പരസ്യം കാണിച്ചു, ഒത്തിരി പേർക്ക് പരസ്യം കാണിച്ചു, അതിൽ എത്ര പേര് ന്യൂസ് പേപ്പറിലെ പരസ്യം കണ്ടൊന്ന് വിളിച്ചു എന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നോ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ചെയ്യുന്ന പരസ്യം എത്ര പേര് കണ്ടു, എത്ര പേര് ഇഷ്ടപ്പെട്ടു, എത്ര പേര് നമ്മളെ വിളിച്ചു എന്നെല്ലാം മെട്രിക്സ് എല്ലാം കൃത്യമായി അനാലിസിസ് ചെയ്യാൻ പറ്റുന്നതും കൃത്യമായി മെട്രിക്സിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതൊരു ടെക്നോളജി വികസിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായൊരു സംഭവമാണ് ആക്ച്വലി. സോ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അണ്ടറിൽ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ഉണ്ട്. SEO ഉണ്ട്, ഗൂഗിൾ ആഡ്സ് ഉണ്ട്, മെറ്റ ആഡ്സ് ഉണ്ട്, അങ്ങനെ ഇമെയിൽ മാർക്കറ്റിംഗ്, വീഡിയോ മാർക്കറ്റിംഗ്, അങ്ങനെ ബേസ് ചെയ്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒത്തിരി മേഖലകളുണ്ട്. ബട്ട് പ്രധാനമായി ഇതിനെ രണ്ടായിട്ട് നമുക്ക് തിരിച്ച് പഠിക്കാൻ സാധിക്കും. ഒന്ന് ഓർഗാനിക് മാർക്കറ്റിംഗ്, രണ്ട് പെയ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയും. ഇതിൽ പെയ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് ഓർഗാനിക് മാർക്കറ്റിംഗ്. ഈ പെയ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റയ്ക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് ഏകദേശം നമ്മളിപ്പോൾ ഒരു 1000 രൂപ സ്പെൻഡ് ചെയ്യാന്നിരിക്കട്ടെ, 1000 രൂപ സ്പെൻഡ് ചെയ്ത് ഒരു ദിവസം 200 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്ത് 1000 രൂപ 5 ദിവസത്തേക്ക് നമ്മുടെ പരസ്യം കാണിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് മെറ്റയ്ക്ക് പൈസ കൊടുത്ത് നമ്മൾ ആളുകളെ പരസ്യം കാണിക്കും. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ആരെ കാണിക്കണം, ഏത് സ്ഥലത്തുള്ള ആളെ കാണിക്കണം, ഏത് വയസ്സ് തൊട്ട് ഏത് വയസ്സ് വരെയുള്ള ആളുകൾ നമ്മുടെ പരസ്യം കാണിക്കണം, എന്ത് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ പരസ്യം കാണിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഒക്കെ മറ്റേ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു പോസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ബൈക്കിൻ്റെ പരസ്യം കണ്ട് നിങ്ങളത് ഇംപ്രഷൻ അടിച്ചാൽ മറ്റേ ഇതെടുത്ത് വെക്കും, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് ബൈക്കിനോട് ഇൻട്രസ്റ്റ്, ബൈക്ക് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു വീടിൻ്റെ പരസ്യം കണ്ടു, അപ്പോൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിനെ കുറിച്ചൊരു വീടിൻ്റെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ അതിൻ്റെ പരസ്യമൊക്കെ ഉണ്ട്, അപ്പോൾ അപ്പം തന്നെ എടുത്ത് ഇവർക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുള്ള ഇതെടുത്ത് വെക്കും. സോ നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ എന്നാ അറിയും, ഇപ്പോൾ സ്റ്റഡി അബ്രോഡിൻ്റെ പരസ്യം ചെയ്യുന്നെങ്കിൽ സ്റ്റഡി അബ്രോഡിനോട് ഇൻട്രസ്റ്റ് ഉള്ള, IELTS ഇൻട്രസ്റ്റ് ഉള്ള, സ്റ്റഡി ഇൻ UK, സ്റ്റഡി ഇൻ കാനഡ ഇങ്ങനെയുള്ളതിനോട് ഇൻട്രസ്റ്റ് ഉള്ള, ഹയർ സ്റ്റഡീസിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. അതിൻ്റെ ഒപ്പം അവരുടെ ഈ എഡ്യൂക്കേഷൻ ലെവൽ, ഗ്രാജുവേറ്റ്, മാസ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെ ഉള്ളവരിലേക്കും നമുക്ക് സെലക്ട് ചെയ്ത് ഇങ്ങനെയുള്ള ആളുകളിലേക്ക് മാത്രം നമ്മൾക്ക് മെറ്റയ്ക്ക് പൈസ കൊടുത്ത് പരസ്യം നമ്മുടെ വീഡിയോ ആയിട്ടോ പോസ്റ്റർ ആയിട്ടോ നമ്മുടെ പരസ്യങ്ങൾ എത്തിക്കുന്ന രീതിയാണ് പെയ്ഡ് മാർക്കറ്റിംഗ്. എന്ന് വെച്ചാൽ ആ പെയ്ഡിൽ തന്നെ മെറ്റയ്ക്ക് പേ ചെയ്തിട്ട് ഈ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുന്ന കാറ്റഗറി ആളുകളിലേക്ക് നമ്മുടെ പരസ്യങ്ങൾ എത്തിക്കുന്നു. ഇതാണ് പെയ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓർഗാനിക് മാർക്കറ്റിംഗ്. എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റർ ചെയ്യുന്നു, അതിലൂടെ അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അത് ആർക്കാണോ ആവശ്യം അവരിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് എത്തുന്നു. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പൈസയൊന്നും മുടക്കുന്നൊന്നുമില്ല, മെറ്റയ്ക്ക് പൈസയൊന്നും മുടക്കുന്നില്ല. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റഡി അബ്രോഡിനെ കുറിച്ച് ഉള്ള ഒരു വീഡിയോ ഇടുന്നു, അല്ലെങ്കിൽ എക്സാമ്പിൾ ഒരു കാറിനെ കുറിച്ചുള്ള വീഡിയോ ഇടുന്നു. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും കാറ് വാങ്ങിക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അയാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ബൈക്ക് വാങ്ങിക്കാൻ ഒരാൾ നടക്കുന്നു, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ നടക്കുന്ന ആൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കിൻ്റെ ഒരു പരസ്യം കാണുന്ന നിങ്ങൾ തന്നെ ആയിരിക്കും അത് നിങ്ങൾ ആ സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കും. ഇതുപോലെ മൗത്ത് പബ്ലിസിറ്റി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് പാസ് ചെയ്ത് അവരുടെ അത് കണ്ട് ഇഷ്ടപ്പെട്ട് അത് കൂടുതൽ ആളുകളിലേക്ക് ആ ഒരു ആഡ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് വീണ്ടും ഷെയർ ചെയ്തോ ഇംപ്രഷനോട് കൂടിയോ എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗമായോ
ഷെയർ ചെയ്ത് പോകുന്ന രീതിയാണ് ഓർഗാനിക് മാർക്കറ്റിംഗ്. സിംപിളി പറയുകയാണെങ്കിൽ വൈറലാകുക എന്നൊക്കെ പറയില്ലേ ചില സംഭവങ്ങൾ, വൈറലാകുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി പോകുന്നതാണ്. അത് ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായും ആണ് ബ്രാൻഡുകൾ അത് പലതും ചെയ്യുന്നത്. കേരളത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒത്തിരി ബ്രാൻഡുകൾ ഈ രീതിയിൽ ഓർഗാനിക് മാർക്കറ്റിംഗ് ചെയ്യുന്നതിൽ മെയിനായിട്ട് അമൂല്, മിൽമ, ഇവരൊക്കെ വളരെ ക്രിയേറ്റീവായിട്ട് നല്ല എഫക്റ്റീവായിട്ട് ആളുകളെ ഓർത്തിരിക്കുന്ന രീതിയിലുള്ള നല്ല ക്യാമ്പയിൻസ് ചെയ്യുന്ന ഒരു ബ്രാൻഡുകളാണ് അജ്മി ഇതുപോലുള്ള ബ്രാൻഡുകളൊക്കെ. സോ ഇതാണ് ഓർഗാനിക് മാർക്കറ്റിംഗ്. പെയ്ഡ് മാർക്കറ്റിങ്ങിൽ നമുക്ക് മെറ്റയ്ക്ക് പൈസ കൊടുത്ത് നമ്മുടെ ആ ഇൻട്രസ്റ്റിലുള്ള ആളുകളിലേക്ക് എത്തിക്കുന്ന രീതി. ഓർഗാനിക് മാർക്കറ്റിങ്ങിൽ നമ്മൾ ജസ്റ്റ് ആളുകൾക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ പോസ്റ്ററോ വീഡിയോയോ ചെയ്യുന്നു. അത് ആളുകൾ കണ്ട് ഇഷ്ടപ്പെടുമ്പം അത് കൂടുതൽ ആളുകളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തുന്നു. അങ്ങനെ നമുക്ക് മനഃപൂർവ്വം ഒരു കണ്ടന്റ് വൈറലാക്കുന്ന രീതി അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഓർഗാനിക് മാർക്കറ്റിംഗ്. ഇനിയിപ്പം ഈ നമ്മളിപ്പോൾ അറിയാം, ഇപ്പം നമ്മളിപ്പോൾ ആയിരിക്കുന്നതൊരു AI യുഗത്തിലാണ്. സോ ഇനിയുള്ള കാലം എന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെയും രീതികൾ ഭയങ്കര മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മളൊരു പ്രൊഡക്റ്റ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്താൽ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ ഓർഡർ ചെയ്താൽ ഒരാഴ്ച 2 ആഴ്ച എടുത്തൊക്കെയാണ് സാധനങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ ബ്ലിങ്കിറ്റും സെപ്റ്റോ ഒക്കെ വന്നതോടുകൂടി ഈ കൊമേഴ്സ് എന്നുള്ള സെഗ്മെൻറ്റ് മാറി ക്വിക്ക് കൊമേഴ്സ് എന്നുള്ള രീതിയിലേക്ക് മാറി. ഈവൻ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്താൽ നമ്മുടെ വീട്ടിൽ വന്ന് ഡെലിവറി ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. സോ ഇനിയുള്ള കാലം ഭയങ്കര സ്പീഡിലായിരിക്കും ടെക്നോളജി ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് അഡാപ്റ്റ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു നല്ല കമ്പനി നല്ല ഓൺലൈനായിട്ട് നല്ലൊരു ക്യാമ്പയിനുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെയൊക്കെ ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ ബിസിനസ്സുകൾക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആപ്റ്റ് ആകില്ല, അതൊരു സത്യമാണ്. എങ്കിൽ പോലും ഒരു 99% ബിസിനസ്സുകൾക്കും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ സെയിൽസ് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ്. പിന്നെ ഒരു ഓൺലൈൻ മീഡിയ എന്നുള്ള അല്ലെങ്കിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയാസിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ എൻഗേജ് ആയിരിക്കുക. കാരണം നിങ്ങളെ ആളുകൾ മറന്നുപോകും. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഒത്തിരി ബ്രാൻഡുകളാണ്. ഇപ്പം നിങ്ങൾക്കറിയാലോ, ഒരു കമ്പനിയുടെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ ഒത്തിരി കമ്പനികളാണ് പരസ്യങ്ങളായിട്ട് വരുന്നത്. സോ ഈസി ആയിട്ട് ആളുകൾ നിങ്ങളെ മറന്നു പോകും. സോ അവരുമായിട്ട് പേഴ്സണൽ ബന്ധം ഉണ്ടാക്കി വെക്കുക. അവരിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാറ് വാങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും നിങ്ങളൊരു കാർ കമ്പനി നടത്തുന്ന ആളാണെങ്കിൽ ഒരാൾ കാറ് വാങ്ങാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അവരുടെ മുമ്പിൽ വരേണ്ടത് അല്ലെങ്കിൽ അവരുടെ ചിന്തയിലേക്ക് വരേണ്ടത് നിങ്ങളുടെ കാർ കമ്പനി ആയിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു അച്ചാർ വിൽക്കുന്ന ആളാണെങ്കിൽ ഒരു കുപ്പി അച്ചാർ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പം അതിൽ ഫസ്റ്റ് അവരുടെ മനസ്സിലേക്ക് വരേണ്ടത് നിങ്ങളുടെ അച്ചാർ കമ്പനി ആയിരിക്കണം. ആ രീതിയിലേക്ക് ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തേ പറ്റുള്ളൂ. ആളുകൾ നേരിട്ട് കാണുന്നേക്കാളും കൂടുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഫോണിലാണ്. സോ ഇതിലൂടെ ബാക്ക് ടു ബാക്ക് ഇവരെ ഇങ്ങനെ പരസ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ഓർഗാനിക് ആയിട്ടുള്ളതും പെയ്ഡ് ആയിട്ടുള്ളതും പരസ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ പതിയും, നിങ്ങളുടെ ബ്രാൻഡ് ഇങ്ങനെ പതിയും. സോ നെക്സ്റ്റ് നിങ്ങളുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വന്നാലും ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ ആയിരിക്കും. സോ ഈ രീതിയിൽ ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻസിൻ്റെ കാലമാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണെങ്കിലും ഞാൻ മറ്റൊരു വീഡിയോയിൽ ഓട്ടോമേഷനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഓട്ടോമേഷൻസ് വരുന്നതോടുകൂടി ഇപ്പോൾ യൂസായി വരുന്നു ആളുകൾ അതുമായിട്ട്. ബട്ട് കേരളത്തിൽ ഒത്തിരി അധികം ആളുകൾ യൂസ് ചെയ്യുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല കമ്പനികളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓട്ടോമേഷൻസ് ഒക്കെ വരുന്നതോടുകൂടി ഓൾ ഓവർ ആ ഒരു മേഖലയെ അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്റ്റ് സർവീസ് മേഖലകളെ ഒത്തിരി മാറ്റും. സോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വന്ന് അതുമായിട്ട് ഓട്ടോമേഷനൊക്കെ ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സുകളൊക്കെ കണക്ട് ചെയ്ത് നിന്നില്ലെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ സ്പീഡിലാണ് AI വരവോടുകൂടി ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ, ബിസിനസ് ഓണർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നോക്കുക. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കമൻറ്റിൽ പറഞ്ഞു തരാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ആണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻബോക്സിൽ വന്നാണെങ്കിലും മെസ്സേജ് അയക്കാവുന്നതാണ്.
അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംബന്ധിച്ച് കൂടുതൽ വീഡിയോസ്, കൂടുതൽ ടോപ്പിക്സ് ഞാൻ വരും വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.